ഒരു മനഃപൂർവ്വം അത് കൊടുക്കാതെ ഒരു മീഡിയയിൽക്കൊക്കെ തന്നെ ഒരു ഒരു ചീപ്പ് ഷോ കാണിക്കുകയായിരുന്നു ചെയ്തത്. ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് പൊക്കിയിട്ട് ഇതാണ് ഇത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും വരാനില്ല. കൗൺസിൽ അവസാനിച്ച ശേഷം ഇവർ മനഃപൂർവ്വം ബലമായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി തന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ കൈക്കലാക്കുകയും അത് ബലപ്രയോഗത്തിലൂടെ തന്നെയാണ് കൈക്കലാക്കിയത്. കൈക്കലാക്കിയ ശേഷം ഈ അറ്റൻഡൻസ് രജിസ്റ്റർ കൊടുക്കാത്ത സാഹചര്യമുണ്ടായി. വിചാരിച്ചു അവർ പഠിച്ച സംസ്കാരമായിരിക്കാം, അവരങ്ങനെ ചെയ്തോട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ പഠിച്ചിട്ടുള്ള സംസ്കാരം അവരങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. CPM ആണെങ്കിൽ അവർക്ക് ഭരണം അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു ആശാജിയായിരുന്നു. എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളിൽ നിന്ന് മാറിപ്പോയതല്ല, നമ്മുടെ കൗൺസിലായിരുന്നു. കൗൺസിൽ സ്വാഭാവികമായിട്ട് കൗൺസിൽ അവസാനിക്കുമ്പോൾ നമ്മൾ പോകുമല്ലോ. അങ്ങനെ മേയർ ഇറങ്ങിയതിൻ്റെ കൂട്ടത്തിൽ ഞാനും ചെയർപേഴ്സൺമാരും ഒക്കെ ഇറങ്ങിയതാണ്. പിന്നീട് നമ്മുടെ മേയറുടെ റൂമിൽ വന്നിരുന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ താഴെ പ്രശ്നം നടക്കുന്നു എന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ ഒരു ഭീകരാന്തരീക്ഷം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായത് അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ ആരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ഒപ്പിടരുതെന്ന് ആരുടെ പറഞ്ഞിട്ടില്ല. ഏത് കൗൺസിലും നമ്മൾ ഓർഡർ വൈസ് നമ്മൾ ഇരിക്കുന്ന, അതായത് മേയർ സൈൻ ചെയ്ത ശേഷം താഴെ ഡെപ്യൂട്ടി മേയർ സൈഡിൽ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. അതനുസരിച്ച് എല്ലാ കൗൺസിലും നമ്മൾ അറ്റൻഡൻസ് സൈൻ ചെയ്യാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ അറ്റൻഡൻസ് സൈൻ ചെയ്തുകൊണ്ട് ഇരുന്നപ്പോൾ കൗൺസിൽ അവസാനിച്ച ശേഷം ഇവർ മനഃപൂർവ്വം ബലമായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി തന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ കൈക്കലാക്കുകയും അത് ബലപ്രയോഗത്തിലൂടെ തന്നെയാണ് കൈക്കലാക്കിയത്. കൈക്കലാക്കിയ ശേഷം ഈ അറ്റൻഡൻസ് രജിസ്റ്റർ കൊടുക്കാത്ത സാഹചര്യമുണ്ടായി. അപ്പോൾ അതോടനുബന്ധിച്ച് നമ്മുടെ ഒരു കൗൺസിലർ അറ്റൻഡൻസ്, കാരണം നമ്മളും കൗൺസിലേഴ്സാണ്, അപ്പോൾ നമുക്കും അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പുവെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അറ്റൻഡൻസ് രജിസ്റ്റർ ഒപ്പുവെക്കാൻ ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിൻ്റെ സാഹചര്യത്തിൽ നമ്മളെ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടുള്ള ശ്രീ പാപ്പനംകോട് സജി ചേട്ടനാണ് ചോദിച്ചത്. അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം നിരവധി തവണ ചോദിച്ചു, അപ്പോൾ അത് കൊടുത്തില്ല. അപ്പോൾ അതിനുശേഷമാണ് ചെയർമാനായിട്ടുള്ള ശ്രീ ചെമ്മനം ഉദയൻ അവർ അദ്ദേഹം ഇടപെട്ടപ്പോൾ അദ്ദേഹത്തിനും കൊടുത്തില്ല. അങ്ങനെയാണ് അതൊരു പ്രശ്നമായിട്ടുള്ളത്. അതൊരു മനഃപൂർവ്വം അത് കൊടുക്കാതെ ഒരു മീഡിയയിൽക്കൊക്കെ തന്നെ ഒരു ഒരു ചീപ്പ് ഷോ കാണിക്കുകയായിരുന്നു ചെയ്തത്. ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് പൊക്കിയിട്ട് ഇതാണ് ഇത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും വരാനില്ല. കാരണം സുഗതൻ എന്ന് പറഞ്ഞ കൗൺസിലർ നഗരസഭയിലെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു എന്നിട്ടുള്ളതിന് എല്ലാവിധ തെളിവുകളുമുണ്ട്. അറ്റൻഡൻസ് ആയാലും നമുക്ക് അറ്റൻഡൻസ് രജിസ്റ്ററിൽ മാത്രമല്ല കേസ് മാർട്ടിലും അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതുവരെ എത്ര യോഗത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം 6-7 മാസമായിട്ടുള്ള കൗൺസിലുണ്ടല്ലോ. അപ്പോൾ അത് എന്തായാലും മെയ് വരെയുള്ള കൗൺസിൽ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു കൗൺസിൽ യോഗത്തിൽ അദ്ദേഹം വന്നില്ല എന്ന് പറഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല. അതൊരു മാതിരി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അറ്റൻഡൻസ് രജിസ്റ്റർ പൊക്കി കാണിക്കും ഒക്കെ തന്നെ. അല്ല, ഈ ഒരു ഇതിന് കൗൺസിൽ യോഗത്തിന് വന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കുഴപ്പമില്ല. ഇത് അവർക്കും വ്യക്തമായിട്ട് അറിയാം. ഇത് വെറുതെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇതൊരു ഷോ കാണിച്ചതാണ്. ഈ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സാധാരണ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി? ആദ്യം വരുമ്പോൾ തന്നെ അറ്റൻഡൻസ് രജിസ്റ്ററിലെ എല്ലാ പാർട്ടിക്കാരും സൈൻ ചെയ്യുവാണോ, അതോ യോഗം പിരിഞ്ഞതിന് ശേഷം? ഇല്ല. കാരണം ഇന്നലത്തെ കൗൺസിൽ യോഗം എന്ന് പറയുമ്പോൾ കൗൺസിൽ യോഗം സംസാരിച്ചുകൊണ്ടിരുന്നത് മേയർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അനുശോചന യോഗം കഴിഞ്ഞ ശേഷം മേയർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷത്തിലെ കൗൺസിലർമാർ പ്രതിഷേധവുമായിട്ട് പ്ലക്കാർഡുമായിട്ട് മുന്നിട്ട് എത്തി. അപ്പോൾ അദ്ദേഹം പലതവണ സംസാരിച്ചു. കാരണം നമ്മൾ കൗൺസിൽ യോഗമാണ്, ചർച്ച ചെയ്യാനായിട്ട് നിരവധിയായിട്ടുള്ള അജണ്ടകളുണ്ട്. പലരും സൂചിപ്പിച്ചു 400-ലധികം അജണ്ടകളുള്ള ഒരു വലിയൊരു കൗൺസിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. കാരണം ഒരു മാസത്തേക്കുള്ള നിരവധിയായിട്ടുള്ള, അതായത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അജണ്ടകളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നമുക്ക് പാസ്സാക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മേയർ കൗൺസിൽ യോഗത്തിൽ നിരവധി തവണ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടോ, ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാൻ, നിങ്ങൾ സമാധാനപരമായിട്ട് ചർച്ച ചെയ്യൂ എന്ന് 3 തവണ ആവർത്തിച്ച് മേയർ ചോദിച്ചു. അപ്പോഴും ഇവർ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ ബഹളം വെക്കുന്നത്. അപ്പോൾ ബഹളം വെച്ച് കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് മേയർ ഇത്രയും കൗൺസിൽ ഇത്ര അജണ്ടകൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ടെന്നും ബാക്കി എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും കൊണ്ടുവന്നിട്ടുള്ള അജണ്ടകളെല്ലാം പാസ്സായി എന്ന് മേയർ പറഞ്ഞ് കൗൺസിൽ അവസാനിച്ചു. അപ്പോൾ എന്താണ്, നമ്മൾ അറ്റൻഡൻസ് രജിസ്റ്റർ ആ സമയത്ത് ഒപ്പിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ കൗൺസിൽ യോഗം അവസാനിച്ചു. ബാക്കി കൗൺസിലേഴ്സിന് എല്ലാവർക്കും ഒപ്പിടാം, അതിന് ആരും ഒപ്പിടണ്ട എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഒപ്പിട്ട ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ബാക്കി കൗൺസിലേഴ്സിന് കുറേ പേർക്ക് ഒപ്പിടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒപ്പിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അറ്റൻഡൻസ് രജിസ്റ്റർ ആരോടും ഒപ്പിടണ്ട എന്ന് വന്ന എല്ലാവർക്കും അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടാം. മുട്ടയുടെ കൗൺസിലർ വൈഷ്ണവ് സുരേഷ് പറഞ്ഞത് സുഗതനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ് നിങ്ങൾ മേയർ അടക്കമുള്ളവരും ഒപ്പിട്ടിട്ടില്ല,
അതുപോലെ തന്നെ നിങ്ങൾ ഒപ്പിടാത്തത് കൊണ്ട് അവരെയും ഒപ്പിടാൻ അനുവദിച്ചില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും മേയറുടെ സ്റ്റേറ്റ്മെന്റ്, മേയർ സംസാരിച്ചതും ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ എവിടെയെങ്കിലും മേയർ അറ്റൻഡൻസ് രജിസ്റ്റർ ഇവർക്ക് കൊടുക്കണ്ട എന്നോ, അല്ലെങ്കിൽ മേയർ സൈൻ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഓൺലൈൻ മീഡിയാസും മെയിൻ സ്ട്രീം മീഡിയാസും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നതാണല്ലോ. ഞാനടക്കം സൈൻ ചെയ്ത വീഡിയോസ് അവിടെ കാണുമല്ലോ. ഞാനടക്കം സൈൻ ചെയ്തിട്ടാണ് പോയത്. ആരാണ് ഞാൻ സൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് ഉദ്ദേശത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളൊക്കെ തന്നെ സൈൻ ചെയ്ത ശേഷം ഈ കൗൺസിൽ അവസാനിച്ച ശേഷം ആ ഭാഗത്ത് എത്തിയപ്പോഴാണ് ഈ ഒരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ പിടിച്ചു വാങ്ങുന്നത്. അപ്പോൾ അത് ഞങ്ങളാരും ഒപ്പിടാത്തതല്ല. ഞങ്ങളെല്ലാം ഒപ്പിട്ട് ബാക്കി കൗൺസിലേഴ്സ് ഒപ്പിടാൻ കൊടുക്കാതിരുന്നത് പ്രതിപക്ഷത്തുള്ള ഈ കൗൺസിലേഴ്സിന് അറ്റൻഡൻസ് രജിസ്റ്റർ തട്ടിപ്പറിച്ചെടുത്ത് ഒരു ഷോ കാണിക്കാൻ വേണ്ടി എടുത്ത ശേഷം ഇവരാണ് നമ്മുടെ ബാക്കിയുള്ള കൗൺസിലേഴ്സിന് ഒപ്പിടാൻ കൊടുക്കാത്തത്. ഞങ്ങൾക്ക് എല്ലാവരും എല്ലാവരും അറ്റൻഡൻസിൽ ഒപ്പിടണം തന്നെയാണുള്ളത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. അറ്റൻഡൻസ് രജിസ്റ്റർ കീറിക്കളഞ്ഞു എന്ന്, അത് അവർ തന്നെയാണ് ആ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അറ്റൻഡൻസ് രജിസ്റ്റർ കീറി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്ററിലെ ഒപ്പിന്റെ ഇത് കാര്യം നോക്കിയിട്ട് എങ്ങനെയാണ് ഒരു സുഗതൻ എന്ന് പറഞ്ഞ കൗൺസിലർ അയോഗ്യത കൽപ്പിക്കാൻ നമുക്ക് പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന്, കാരണം നേരത്തെയും സൂചിപ്പിച്ചു, നമുക്കിവിടെ സ്മാർട്ട് എന്നുള്ളതുകൊണ്ട് ഓരോ കൗൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഒക്കെ തന്നെ വരുന്നതൊക്കെ തന്നെ അറ്റൻഡൻസ് സ്മാർട്ടിൽ കൃത്യമായിട്ട് അവർ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അറ്റൻഡൻസ് ഒക്കെ തന്നെ സ്മാർട്ട് വഴി അറിയാം. നമുക്ക് പിന്നെ വരുന്നത് അറ്റൻഡൻസ് ബുക്കിൽ ഒപ്പിടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് വെറുതെ അവരൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കാണിച്ചു എന്നുള്ളത് മാത്രമേ. നടന്ന ഈ ഒരു പ്രശ്നം ശരിക്കും പ്ലാൻ ചെയ്തു വന്നതാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു പ്രശ്നം ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം 29ാം കൗൺസിൽ അവരും പല തരത്തിൽ പ്രതിപക്ഷം പലതരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിഷയങ്ങൾ അവർക്കും സംസാരിക്കാനുണ്ട്. പക്ഷെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടും കൗൺസിൽ വിളിച്ചപ്പോൾ അവർ സംസാരിക്കാനല്ല വന്നത്, പ്രതിഷേധിക്കാനാണ് വന്നത്. അപ്പോൾ കൗൺസിൽ എന്ന് പറയുമ്പോൾ ചർച്ച ചെയ്യാനാണ്, പ്രതിഷേധിക്കാൻ അവസരമൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ എന്നാൽ മേയർ പലതവണ ചോദിച്ചു, നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുണ്ടോ, ചർച്ച ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. കാരണം നിരവധിയായിട്ടുള്ള അജണ്ടകളാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ, പാവപ്പെട്ട വിധവകളായിട്ടുള്ള ആളുകളുടെ പെൺമക്കളുടെ വിവാഹ ധനസഹായം അടക്കം കുണ്ടും കുഴിയുമായിട്ട് കിടക്കുന്ന റോഡുകളുണ്ട് നിരവധിയായിട്ടുള്ള വാർഡുകളിൽ. ആ വാർഡുകളിലൊക്കെ തന്നെ ആ പണി ചെയ്യുന്നതിനുള്ള വർക്കുകൾ, അതുപോലെ പാവപ്പെട്ട ആൾക്കാർക്ക് പെൻഷനുകൾ, ഇതൊക്കെ തന്നെയാണ് അജണ്ടയിലുള്ളത്. അതൊക്കെ തന്നെ പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് മേയർ പലതവണ ആവർത്തിച്ച് ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ഇതൊന്നും താല്പര്യമില്ലാതെ പ്രതിഷേധിച്ചുകൊണ്ട് അവർ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന് ആ സമയത്ത് തോന്നിയിരുന്നു. പിന്നീട് അങ്ങോട്ട്, കാരണം അവർക്ക് കൗൺസിൽ നടത്തണമെന്നില്ല, എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് മനഃപൂർവ്വം വന്നതാണെന്ന് ആ സമയത്ത് തോന്നിയിരുന്നു. പക്ഷെ അതിനുശേഷമുള്ളത് അതെന്താണെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമാവാത്ത ഒരിതാണ്. എന്താണ്? അതെ, അജണ്ടകളെല്ലാം പാസ്സായി കൗൺസിൽ കഴിഞ്ഞ ശേഷമാണ് ഞാനടക്കം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം ഒരു പ്രതിഷേധവുമായിട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൗൺസിലർമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മേയറെ അഭിവാദ്യം ചെയ്യണമല്ലോ. കാരണം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അജണ്ടകളാണ് അദ്ദേഹം നല്ല രീതിയിൽ പാസ്സാക്കി പോയത്. അതുകൊണ്ടാണ് നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള കൗൺസിലർമാരെല്ലാം തന്നെ നമ്മുടെ മേയറെ അഭിവാദ്യം അർപ്പിച്ച് അവര് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ആ മുദ്രാവാക്യത്തിൽ ഹാലിളകിയിട്ടാണെന്ന് തോന്നുന്നു വീണ്ടും ചെറിയ വിഷയവുമായിട്ടൊക്കെ തന്നെ ചെറിയ വിഷയത്തിൽ തുടങ്ങി പിന്നീട് വലിയ വിഷയമായിട്ട് തന്നെ അത് മാറിയത്. അതെന്തായാലും അതൊരു നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. എന്ത് ചെയ്തതായാലും അതൊരിക്കലും നമ്മൾ ഒരു എന്താ പറയാ, അത് നടക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ചർച്ച ചെയ്യാൻ അവർക്ക് അവസരം കൊടുത്തിട്ട് അവരല്ലേ ചർച്ച ചെയ്യാൻ വരാത്ത. കോർപ്പറേഷൻ ഭരണം കിട്ടിയതിനു ശേഷം കണ്ടിന്യൂസ്ലി നിങ്ങളെ പിന്നാലെ നടന്ന് ഇതുപോലെ ഉപദ്രവിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എനിക്ക് CPM ആണെങ്കിൽ അവർക്ക് ഭരണം അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇപ്പോ കോൺഗ്രസിന് ഇപ്പൊ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും വ്യക്തമായിട്ട്. എന്താ പറയാ, നടക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം അവർക്കും വേറെ ഒന്നുമില്ല, ഭരണം പുതുതായിട്ട്, അതായത് BJP എന്ന് പറഞ്ഞ നമ്മുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കയ്യിൽ ഈ ഒരു ഭരണം വന്നത് ഒരിക്കലും ഇവർക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവർ ഒരുമിച്ചായിരുന്നല്ലോ, ഇത്രയും നാൾ ഒരുമിച്ച് നിന്ന് ഭരിച്ചുകൊണ്ടിരുന്നവരാണല്ലോ. പക്ഷെ ഒരിക്കലും BJP എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക്
ഭരിച്ചു കാണിച്ചുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ 6 മാസം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെന്നല്ല, നമ്മുടെ ഭാരതത്തിൽ മൊത്തം ഇങ്ങനെ ഒരു നഗരസഭയുണ്ട്, ഇവിടെ ഒരു മേയറുണ്ട് എന്നൊക്കെ തന്നെ നമുക്ക് കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നല്ല, നമ്മുടെ ഭാരതത്തിൽ മൊത്തം തന്നെ നോക്കി കാണുകയാണ്. ഭാരതം മൊത്തം തന്നെ മാതൃകയാക്കി കാണുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഓരോ വിഷയങ്ങളുമായിട്ട് ഓരോ ദിവസവും നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ മനഃപൂർവ്വം കൊണ്ടുവരുന്ന സാഹചര്യം. അവർക്ക് ജനങ്ങൾക്ക്, വാർഡിൽ ഉള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് വന്ന റോഡുകൾ ചെയ്യണം, അല്ലെങ്കിൽ മാലിന്യത്തിന്റെ വിഷയത്തിന് ഇടപെട്ട് നല്ല രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ തെരുവ് നായ്ക്കളുടെ ശല്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ പരിഹാരം ഉണ്ടാക്കണം, അതിനൊക്കെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുക. ഇതൊന്നൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ അതൊക്കെ തന്നെ വിഷയങ്ങൾ പരിഹരിച്ചു കൊണ്ടുവരും. അതൊന്നും പരിഹരിക്കരുത് എന്ന രീതിയിൽ ഓരോ വിഷയങ്ങൾ ഓരോ ദിവസം കൊണ്ടുവരികയാണ്. ഇത് ഒരിക്കലും നമ്മുടെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന രീതിയിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. സുഗതൻ സത്യപ്രതിജ്ഞ ഭരണസമിതിക്ക് എന്തെങ്കിലും സംഭവിക്കും? സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ ഭരണസമിതിക്ക് സമയമുണ്ടല്ലോ, 4 ആഴ്ച ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ ചെയ്യാൻ. സൈബർ ബുള്ളിങ്ങിനോട് എന്താ പറയാനുള്ളത്? സൈബർ ബുള്ളിങ് തീർത്തും അഭിജ്ഞയോടുകൂടി തന്നെ കാണുമെന്ന് പലതവണ പറഞ്ഞതാണ്. നിരവധിയായിട്ടുള്ള സൈബർ ബുള്ളിങ് എനിക്ക് മാത്രമല്ല, ഓരോ ദിവസവും നിരവധിയായിട്ടുള്ള കൗൺസിലേഴ്സിന് ഇപ്പോൾ വനിതാ കൗൺസിലർ, ഞാൻ BJP എന്ന രീതിയിൽ മാത്രം പറയുന്നതല്ല, BJPയുടെ കൗൺസിലർമാർക്കും കോൺഗ്രസിന്റെ കൗൺസിലർമാർക്കും CPMന്റെ കൗൺസിലർമാർക്കും ഒക്കെ തന്നെ സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ കണ്ട് തളർന്നിരുന്നു പോയാൽ അവിടെ ഇരിക്കും. അങ്ങനെ ആരും തളർന്നിരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ വിജയിപ്പിച്ച് നമ്മുടെ വാർഡിലെയൊക്കെ തന്നെ ആളുകൾ വിട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി, അവരുടെ ശബ്ദമായിട്ട് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ട് ഇടപെട്ട് ആ വാർഡ് ഏറ്റവും നല്ല മാതൃക വാർഡാക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇങ്ങനെ വിജയിപ്പിച്ച് വിട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഈ ഒരു സൈബർ ബുള്ളിങ്ങിലൊന്നും തന്നെ നമ്മൾ തളരാതെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിയന്ത്രണം വേണം തോന്നിയിട്ടുണ്ട്? ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രൈവസി പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. നിയന്ത്രണം വേണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് സ്വയം പേഴ്സണൽ ലൈഫിലൊക്കെ വരെ സൈബർ ബുള്ളിങ് ഉറപ്പായിട്ടും അത് പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്ത് പേഴ്സണൽ ലൈഫിനെ പോലും വളരെ മോശം രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഒരു വനിത എന്ന് പോലും നോക്കാതെ, ഇപ്പം എന്നെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു പല സ്ത്രീകളെയും വളരെ മോശമായിട്ട് രീതിയിൽ ചിത്രീകരിച്ച് അവരെക്കുറിച്ച് വളരെ അവർക്കൊന്നും അറിയാത്ത രീതിയിൽ വളരെ അവർക്കൊന്നും ആ സ്ത്രീയെക്കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ പോലും വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ പോസ്റ്റുകളിട്ട്, കമൻസ് ഇട്ട്, റീലുകൾ ഉണ്ടാക്കിയൊക്കെ തന്നെ അവർക്ക് ചിലപ്പോൾ അവരുടെ ചിലപ്പോൾ പേജസിനൊക്കെ തന്നെ റീച്ച് കൂടുമായിരിക്കും, അവർക്ക് ക്യാഷ് കിട്ടുമായിരിക്കും. പക്ഷെ മറ്റ് സ്ത്രീകളുടെ ജീവിതമാണ് പോകുന്നതെന്ന് ഇത് ഇടുന്ന ആരും ചിന്തിക്കുന്നില്ല. പിന്നെ അവർ അവർ പഠിച്ച സംസ്കാരമായിരിക്കാം, അവരങ്ങനെ ചെയ്തോട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ പഠിച്ചിട്ടുള്ള സംസ്കാരം അവരങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഡെപ്യൂട്ടി മേയർ ആവുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് റീൽസും ഫോട്ടോസൊക്കെ ചെയ്യുമായിരുന്നു, ഒരു നോർമൽ പേഴ്സൺ ആയിരുന്ന സമയത്ത്. ഇപ്പം ഈ സൈബർ ബുള്ളിങ് ഇങ്ങനെ വന്നപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു നോർമൽ ലൈഫ് പോകുന്നില്ല എന്നുള്ള ഒരു വിഷമമുണ്ടോ? വിഷമമൊന്നുമില്ല. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടാറില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ തന്നെ ഒരുപാട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അത് ചെയ്തു പോലും സമയം കിട്ടാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാത്തത്. അതായത് എനിക്ക് റീൽസ് ചെയ്യുന്നതിനോടും ഒരുപാട് ആളുകൾ, നമ്മുടെ പൊളിറ്റീഷ്യൻസ് തന്നെ ഒരുപാട് പേര് റീൽസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോസും ഫോട്ടോഷൂട്ട്സും ഒക്കെ തന്നെ എടുക്കുന്നു. അതൊന്നും ഒരു നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. അത് കാണുന്നവരുടെ കണ്ണിലാണ്. അത് ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടമാണ്, അത് ആർക്ക് വേണം ചെയ്യാം. അതിപ്പോൾ എന്നെ ട്രിഗർ ചെയ്തു, എന്നെ സൈബർ ബുള്ളിങ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഞാൻ പേടിച്ച് ചെയ്യാതിരിക്കുന്ന ഒന്നുമല്ല. എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ്. എനിക്ക് ഇനി ഒരു അവസരത്തിൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ചിലപ്പോൾ സമയം കിട്ടുമ്പോൾ ചിലപ്പോൾ ഞാൻ വീണ്ടും ചെയ്യുമായിരിക്കാം. ഇപ്പം അതിനൊന്നും ഞാൻ വലിയ വില കൊടുത്ത് കാണുന്നില്ല. ചെയ്യുന്നവർ ചെയ്തോട്ടെ. അത് സൈബർ ബുള്ളിങ് ഒക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് അവർക്ക് തന്നെ റീച്ച് കിട്ടുക, അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടുക എന്ന ഉദ്ദേശത്തിൽ അവർ ചെയ്യുന്നതാണ്. അത് ചെയ്തോട്ടെ എന്ന് തന്നെ തോന്നുന്നു. ചിലതൊക്കെ കോമഡി ആയിട്ട് തന്നെ തോന്നാറുണ്ട്. അതൊക്കെ ഞാൻ അങ്ങനെ തന്നെ കാണുന്നുള്ളൂ. കുറെ അങ്ങനെയല്ല, കുറേയൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ കൗൺസിലേഴ്സ് തന്നെ നമുക്ക് കാണിച്ചു തരാറുണ്ട്. അതൊക്കെ തന്നെ കണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ അങ്ങനെ എടുക്കാറുണ്ട്. വലിയൊരു വില അതിന് കൊടുക്കാൻ ഇല്ല.